തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 25-ാം ദിനം. ഇയ്യോബിൻ്റെ പുസ്തകം ഭൂരിഭാഗവും പദ്യരൂപത്തിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മനോഹരമായ ഒരു കാവ്യരൂപത്തിൽ. ഇയ്യോബ് നീതിമാനും അതിലുപരി ദൈവത്തെ അറിഞ്ഞവനും ആയിരുന്നു. ദൈവം ഇയ്യോബിൻ്റെ ജീവിതത്തെ സമൃദ്ധിയായി അനുഗ്രഹിച്ചു. ഈ അനുഗ്രഹങ്ങൾ അവനെ കൂടുതൽ കൂടുതൽ വിനയമുള്ളവനാക്കി. ഇയ്യോബിൻ്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ തൻ്റെ പൂർവ്വകാലത്ത് അനുഭവിച്ച സമൃദ്ധിയുടെ ഓർമ്മകൾ ചുകഞ്ഞ് എടുക്കുകയാണ്. സർവാധികാരത്തിൻ്റെയും സർവാധിപത്യത്തിൻ്റെയും ദിനങ്ങളായിരുന്നു തൻ്റെ ജീവിതമെന്ന് 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഇരുളിൻ്റെ വഴികളിൽ പ്രകാശത്തിൻ്റെ നാളുകളായി ദൈവം തന്നോട് കൂടെ ഉണ്ടായിരുന്ന ആ നഷ്ടപ്പെട്ടു പോയ ഒരു ഹൃദയത്തിൻ്റെ തേങ്ങൽ തൻ്റെ ജീവിതം അവൻ അനേകർക്കു വേണ്ടി ദാനമായി നൽകി. അവൻ്റെ ശബ്ദം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയുള്ളതായിരുന്നു. എന്നാൽ ഇന്ന് തൻ്റെ കൂടെ ആരുമില്ല. ആ തിരിച്ചറിവ് അവനിൽ കൂടുതൽ വേദന ഉളവാക്കുന്നു. ഇയ്യോബിനുണ്ടായിരുന്ന ഒരു ദൃഢവിശ്വാസം ദൈവികമായ വിശ്വാസത്തിൽ അടിസ്ഥാനപ്പെട്ടിട്ടുള്ളതാണ്. മനുഷ്യജീവിതത്തിൽ എന്നും സമൃദ്ധിയുടെയും രോഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവം നേരിടാം. എന്നാൽ ഇതിന്മേലൊക്കെയും വിജയം കൈവരിക്കണമെങ്കിൽ ദൈവവുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെയെന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയത്തില്ല. ഈ ചോദ്യം നിരാശയുടേതാണ്. മനുഷ്യജീവിതത്തിൽ എന്നും സമൃദ്ധിയുടെയും രോഗത്തിൻ്റെയും ഒറ്റപ്പെടലിൻ്റെയും അനുഭവം നേരിടാം. എന്നാൽ ഇതിന്മേലൊക്കെയും വിജയം കൈവരിക്കണമെങ്കിൽ ദൈവവുമായി ഒരു ബന്ധം ഉണ്ടായിരിക്കണം. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചു കൊണ്ടിരുന്നാൽ നമുക്ക് ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ കഴിയത്തില്ല. ഈ ചോദ്യം നിരാശയുടേതാണ്. ജീവിതത്തിൽ നിരാശയുണ്ടാകുന്നത് അറിയേണ്ടവനെ അറിയുന്നത് പോലെ അറിയാത്തത് കൊണ്ടാണ്. അവനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ നിരാശപ്പെടേണ്ടതില്ല. ഇവിടെ ഇയ്യോബ് അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ തന്നെ അറിഞ്ഞു. തൻ്റെ കൂടെ ആരുമില്ല എങ്കിലും തന്നെ സൃഷ്ടിച്ചവൻ തന്നോടൊപ്പം ഉണ്ട് എന്ന ദൃഢവിശ്വാസം അവനിലുണ്ടായിരുന്നു. പ്രിയരെ, ഒരു നോമ്പ് കാലത്തിൽ കൂടെ വീണ്ടും നാം യാത്ര ചെയ്യുകയാണ്. പിന്നിട്ട വഴികൾ നാം ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടതില്ലേ? ജീവിതത്തിൽ പ്രതിസന്ധികൾ വന്നപ്പോഴും ആരുമില്ല എന്ന് തോന്നിയപ്പോഴും എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്ന് ചോദിക്കാറില്ലേ? എന്നാൽ ഇതിൻ്റെയൊക്കെ മധ്യത്തിലും പെറ്റമ്മ മറന്നാലും മറക്കാനാവാത്ത ഒരുവൻ കൂടെ ഉണ്ട് എന്ന തിരിച്ചറിവ് ഈ നോമ്പ് നാളുകളിൽ ഉണ്ടാകട്ടെ. ആ തിരിച്ചറിവിലേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഈ നോമ്പ് ദിനങ്ങൾ അർത്ഥവത്തായി തീരും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.